ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്നേഹക്കൂടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഉണ്ണിപ്പിണ്ടി മുതിരയും കൂടിയിട്ടുള്ള ഒരു ഉപ്പേരിയാണ്. അപ്പം ഞാൻ ഈ ഉണ്ണിപ്പിണ്ടി അരിയണുണ്ടാ, അതിൻ്റെ മുകളിലത്തെ ഇതൊക്കെ പൊളിച്ച് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് അരിഞ്ഞെടുക്കണം. ഇതിങ്ങനെ പൊളിച്ച് കളയണേ, ഇപ്പോൾ ഓളമാരി ഉണ്ടാവും ഉണ്ണിപ്പിണ്ടി. ഈ ഉണ്ണിപ്പിണ്ടി നമ്മളിതായി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് കൊടുക്കണം. ആദ്യം ഇങ്ങനെ മട്ടൻ അരിഞ്ഞ് എടുക്കണം. എത്ര ചെറുതാക്കി അരിയണം, അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ഇട്ട ഉണ്ണിപ്പിണ്ടിക്ക്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണം. എന്താ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ ഉപ്പേരി കാണാനും ഭംഗി ഉണ്ടാവും, അത് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും. ഇതാ കണ്ട ഉണ്ണിപ്പിണ്ടി കണ്ട ചെറുതായിട്ട് കണ്ട കുഞ്ഞു കുഞ്ഞൊന്നും ഇങ്ങനെ അരിഞ്ഞിതാ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് നമുക്ക് കഴുകിയെടുക്കണം. കഴുകിയെടുക്കുമ്പോൾ ഒരു പ്രത്യേകത, ഇതിന് നാരുണ്ടാവും. ആ നാര് നമ്മൾ ഇതിങ്ങനെ ചിറ്റിട്ട് വേണം നാരെടുക്കാൻ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. രണ്ട് കമ്പി പിടിച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ അതിന്റെ ഈ ഒരു ഭാഗം കൊണ്ട്, കടഭാഗം കൊണ്ട് ഞാൻ ഇങ്ങനെ ചിറ്റിക്കാണ്. അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഈർക്കളി വളച്ച് പിടിച്ചിട്ട് ചിറ്റാലും, അല്ലെങ്കിൽ മുള്ളിന്റെ ഒക്കെ കിട്ടാച്ചിങ്ങ അതുകൊണ്ടൊക്കെ ഞാൻ കാണിക്കും. ഈർക്കളി വളച്ച് പിടിച്ചാലും കിട്ടൂട്ടാണ്. അങ്ങനെ ചിറ്റിച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ നാര് കിട്ടുന്നു. ഈ നാര് കളയാൻ, അല്ലെങ്കിൽ ഉപ്പേരി നന്നായിട്ട് നാര് വരും. അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമ്മൾ കളയണം, അല്ലെങ്കിൽ ഉപ്പേരി തിന്നാൻ പറ്റില്ല. ഇതിങ്ങനെ നാര് തടഞ്ഞിട്ട് കണ്ട. അത് കഴുകി ഞാൻ ക്ലീൻ ആക്കി ഓടുന്നുണ്ട്. നാരൊക്കെ കളഞ്ഞു കണ്ട. വേണ്ട, നാരൊന്നും ഇല്ലാണ്ട് കണ്ട കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലിടാട്ടെ. ഉണ്ണിപ്പിണ്ടി കഴുകി ഞാൻ ഇതേനോ കുക്കറിലിട്ടുണ്ട്. അതിനുശേഷം മൂത്തനെ ഞാൻ കഴുകി വെച്ചതാണ്. അത് ഇതിൽ ചേർത്തി കൊടുക്കുന്നു. ഇതൊരു 4 വിസിലൊക്കെ നമുക്ക് അടിക്കാം. അടിച്ചു കഴിഞ്ഞാൽ വേവ് പാകാവും. ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടത്. അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാകത്തിന് വെള്ളം ഒഴിച്ചു. ഏതാണ്ട് ഇത് മതി. നമുക്കതൊരു 4 വിസിലടിക്കാം കേട്ടാ. അപ്പൊ അത് വെന്ത് സെറ്റാവും. ഉണ്ണിപ്പിണ്ടി മുതിരി അടിപൊളിയായിട്ട് ഇത് വെന്തിട്ടുണ്ട്. സൂപ്പറായിട്ട് കണ്ട ഉണ്ണിപ്പിണ്ടി മുതിരി ഇത് വെന്തുണ്ട്. നമുക്ക് ഇതിൽ കാച്ചിയെടുക്കണം. കണ്ട അടിപൊളി വെന്തുണ്ട്. അപ്പൊ അതിന് ഞാൻ ചട്ടി ഇതാനോ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഇതാ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ വെളിച്ചെണ്ണ ഒഴിക്കണം ഞാൻ. അതിനുശേഷം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ച് വെച്ചതാണ് കേട്ടത് ഞാൻ. ചുവന്നുള്ളിയും വെളുത്തുള്ളി അപ്പൊ നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കുക ചതയ്ക്കാനായിട്ട്. ചുവന്നുള്ളി വെളുത്തുള്ളി ചതച്ചത് ഞാൻ ഈ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കണം. ഇതൊന്ന് മൂക്കട്ടെ കേട്ടാ. മൂത്ത് വരുമ്പോൾ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് വെളിച്ചെണ്ണയിൽ കിടന്നത് മൂത്ത് അടിപൊളിയായിട്ട്. അപ്പൊ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നില്ല. അതിനുശേഷം ഞാൻ ഇത് മുളക് പൊടി 5 ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടാ. ഇത്
മൂത്ത് വരുന്നത് കൂടി നമ്മുടെ ഉണ്ണിപ്പിണ്ടി മുതൽ ഇടിച്ച് കട്ടി കൊടുക്കാം. നന്നായി മൂത്തോട്ടെ കേട്ടോ, അപ്പൊ ടേസ്റ്റ് ഉണ്ടാവും. നന്നായി കണ്ടത് മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഉണ്ണിപ്പിണ്ടി മുതിരി കൊടുക്കുക. ഇത് അടിപൊളി ഉപ്പേരിയാണ്, സൂപ്പറാണ്. കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഇത് അടിപൊളിയാണ്. എന്താ ഇതിന് നമുക്ക് കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഉപ്പിട്ടിട്ടില്ല നമ്മൾ, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇത് വെള്ളം വലിയണ വരെ നമ്മളൊന്ന് ഇത് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പൊ ഈ ഉണ്ണിപ്പിണ്ടിയില് എരിവും ഉപ്പൊക്കെ പിടിക്കുള്ളൂ. ഇത് നമ്മൾ വെള്ളം വലിച്ചെടുക്കണം. വേണ്ട, ഇതില് വെള്ളം ഉണ്ട്. അപ്പൊ ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഈ ഉണ്ണിപ്പിണ്ടി ഒന്നുകൂടി സെറ്റാവും. ഇതില് ഉണ്ണിപ്പിണ്ടിയില് മുളക് ഉപ്പൊക്കെ പിടിച്ച് അടിപൊളിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് വെള്ളം വറ്റണ വരെ നമ്മൾ ഇറക്കി കൊടുക്കണം. നമ്മുടെ അടിപൊളി ഉപ്പേരി കണ്ട സെറ്റ് ആയിട്ടുണ്ട്. അതായത് ഇതൊക്കെ വളർന്നു വന്ന് കണ്ട അടിപൊളിയായിട്ട് സൂപ്പർ ഉപ്പേരി. ഇതാണ്ട നമ്മുടെ അടിപൊളി ഉണ്ണിപ്പിണ്ടി മുതരി ഉപ്പേരി കണ്ട റെഡി ആയിട്ടുണ്ട്. ഓക്കെ, സൂപ്പർ അടിപൊളിയാ. ഇത് കഞ്ഞിയുടെ കൂടെ കഴിക്കാനില്ലേ നല്ല രസമാട്ടാ. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി വെക്കാം. അപ്പൊ ഞങ്ങൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്ര നാൾ തന്ന സപ്പോർട്ടിന് നന്ദിയുണ്ട്. അപ്പൊ സപ്പോർട്ട് ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.